ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 5-ാമത്തെ ശ്ലോകം നോക്കാം. ഈ ഒരു 5-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു, ഋഷഭ രാജാവിനെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് നാഭിരാജാവും മേരുദേവിയോട് കൂടി തപോവനത്തിൽ പോയതും അങ്ങനെ തപസ് ചെയ്ത് ഭഗവാനിലേക്ക് ലയിച്ച കാര്യവും പറഞ്ഞു. ഇവിടെ ഋഷഭ രാജാവിനാകട്ടെ തപശക്തി വളരെ കൂടുതലാണ്. അതേസമയം നമ്മൾ പറഞ്ഞിരുന്നു, ഭഗവാന്റെ തന്നെ അവതാരമായതുകൊണ്ട് തന്നെ ആ ഒരു ചൈതന്യവും പ്രഭാവവും ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഋഷഭരാജാവിൻ്റെ ഭരണസമയത്ത്, ആ ഒരു രാജ്യാധികാരം ഏറ്റെടുത്തു കഴിഞ്ഞുള്ള ആ ഭരണസമയത്ത് എത്രമാത്രം ആ ഒരു ഉയർച്ചയുണ്ടായോ നമുക്കറിയാം. എപ്പോഴും നമ്മുടെ ഇതൊരു സാധാരണമായ ഒരിതാണല്ലേ, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ അസൂയാലുക്കളാവും. പോരാങ്കിൽ ദേവേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പല കഥകളിലും കാണാവുന്ന ഒരു കാര്യമാണ് ദേവേന്ദ്രൻ പെട്ടെന്ന് അസൂയാലുവാകുന്നത്. ഇവിടെയും അങ്ങനെ അസൂയാലുവായ ഒരു കഥയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ആ ശ്ലോകം നോക്കാം. ഇന്ദ്രസ്ത്വദുത്കർഷ കൃതാദമർഷാദ്വവർഷനാസ്മിന്നജനാഭവർഷേ യദാ തദാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേനദ്വ്യദഥാസു വർഷം. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഇന്ദ്രസ്ത്വദുത്കർഷ കൃതാദമർഷാദ്വവർഷ. ഇന്ദ്രഃ ത്വദുത്കർഷകൃതാത്, ത്വത് ഉത്കർഷകൃതാത്, അമർഷാത് വവർഷ. ഇങ്ങനെ 4-5 വാക്കുകൾ ചേരുന്നതാണ്. ഇന്ദ്ര എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ, ദേവേന്ദ്രൻ. ത്വത് ഉത്കർഷകൃതാത്, ത്വത് അങ്ങയുടെ, അതായത് ഋഷഭരാജാവിൻ്റെ, അല്ലെ ഇവിടെ ആരാണ് ഋഷഭരാജാവ്? ഭഗവാനെ അവിടുന്ന് തന്നെയാണ്. അവിടുത്തെ ഉത്കർഷകൃതാത്, ഉത്കർഷം കൊണ്ടുണ്ടായ, അഥവാ അങ്ങയുടെ ഒരു, ഭഗവാനെ അങ്ങയുടെ ഒരു അനുഗ്രഹം കൊണ്ട എന്ന് തന്നെ പറയാം. എന്നാലോ അങ്ങ് തന്നെയാണ് ഇവിടെ ഋഷഭാവതാരമായി വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അഭ്യുന്നതിയില, അമർഷാത്ത് എന്ന് പറഞ്ഞാൽ അസൂയാലുവായിട്ട്, ഒരു സഹിക്കാൻ വയ്യാത്ത ഒരു വികാരം ദേവേന്ദ്രന്. ഇത്രയേറെ ഒരു അഭ്യുന്നതി ആ ഒരു രാജ്യത്തുണ്ടായപ്പോൾ, ഇവിടെ ആ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഇപ്പോൾ ശ്ലോകത്തിലും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളരെയേറെ അഭ്യുന്നതി ഉണ്ടായത് കണ്ടിട്ട് അമർഷാത്, അസൂയ ഉണ്ടായി ദേവേന്ദ്രന്. എന്നിട്ടോ വവർഷനാസ്മിന്നജനാഭവർഷേ, വവർഷ, വവർഷ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുക. നാസ്മിന്നജനാഭവർഷേ, ന അസ്മിൻ അജനാഭവർഷേ. ന എന്ന് പറഞ്ഞാൽ ഇല്ല, ന വവർഷ എന്ന് പറഞ്ഞാൽ മഴ പെയ്യിച്ചില്ല. അപ്പോൾ ഒരു രാജ്യത്തെ കാർഷികമായ അഭ്യുന്നതിക്ക്, ആ കാർഷികമായ അഭ്യുന്നതി രാജ്യത്തിൻ്റെ തന്നെ അഭ്യുന്നതിക്ക് ഒരു അടിത്തറയാണ്. അപ്പോൾ അങ്ങനെ ആ കാർഷികമായ അഭ്യുന്നതിയെ തന്നെ ഇല്ലാതെയാക്കാൻ വേണ്ടി ന വവർഷ, മഴ പെയ്യിച്ചില്ല. അസ്മിൻ എന്ന് പറഞ്ഞാൽ ഈ അജനാഭവർഷേ, ഈ അജനാഭവർഷത്തിൽ, ഈ അജനാഭവർഷം എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ പേരാണ്. നമ്മളിനിയും ഈ അടുത്ത ഒരു ദശകത്തിൽ, 21-ാമത്തെ ദശകത്തിൽ നമ്മൾ വർഷങ്ങളെക്കുറിച്ച്, വർഷം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന വർഷം ഇയർ എന്നുള്ള കണക്കിലല്ല, ആ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് വർഷം എന്ന് പ്രതിപാദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഋഷഭ മഹാരാജാവിൻ്റെ രാജ്യത്തിൻ്റെ പേരാണ് അജനാഭവർഷം എന്നത്. അങ്ങനെയുള്ള അജനാഭവർഷത്തിൽ നവവർഷ, മഴ പെയ്യിച്ചില്ല. തന്നെക്കൊണ്ട് ഏതൊക്കെ തരത്തിൽ ഈ ഒരു അഭിവൃദ്ധിയെ തടയാൻ കഴിയുമോ ആ രീതിയിലൊക്കെ ഇവിടെ ഇന്ദ്രൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യിക്കാതെ കാർഷികമായ വിളകൾക്ക് ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് ഇന്ദ്രൻ തൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു സ്പർദ്ധയെ നന്നായി അങ്ങോട്ട് പ്രകടിപ്പിച്ചു.
എന്നിട്ടോ യഥാ തഥാ ത്വം നിജയോഗശക്തിയ. പക്ഷെ ദേവേന്ദ്രൻ അറിഞ്ഞില്ല ദേവേന്ദ്രൻ കളിക്കുന്നത് ആരോടാണ്? എൻ്റെ ഭഗവാനെ, അവിടുത്തെ തന്നെ അവതാരമായിട്ടുള്ള അവിടുന്ന് തന്നെയായിട്ടുള്ള ഋഷഭരാജാവിനോടാണ്. അതുകൊണ്ട് യഥാ തഥാ ത്വം, യഥാ എപ്പോൾ, തഥാ അപ്പോൾ, ത്വം ഭഗവാനെ അങ്ങ് തന്നെ, അതായത് ഋഷഭ രാജാവ് നിജയോഗശക്തിയ അങ്ങയുടെ തന്നെ ആ യോഗശക്തി കൊണ്ട് സ്വവർഷമേനദ്വ്യദഥാ സുവർഷം, സ്വവർഷം തൻ്റെ വർഷം എന്ന് പറഞ്ഞാൽ തൻ്റെ ഈ സ്ഥലത്ത് അഥവാ ഈ അജനാഭം എന്ന തൻ്റെ രാജ്യത്ത്, ഇവിടെ കുറച്ചധികം വാക്കുകളുണ്ട്. സ്വവർഷമേനദ്വ്യദഥാ സുവർഷം, സ്വവർഷം ഏനത് വ്യദഥാ സുവർഷം, ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നുണ്ട്. സ്വവർഷം എന്ന് പറഞ്ഞാൽ തൻ്റെ തന്നെ രാജ്യത്ത് അഥവാ ഈ അജനാഭം എന്ന രാജ്യത്ത്, ഏനത്ത് എന്ന് പറഞ്ഞാൽ ഈ തൻ്റെ യാതൊരു രാജ്യമാണ് ആ ഒരു രാജ്യത്ത് അഥവാ ഈ ഒരു അജനാഭം എന്ന് പറയുന്ന രാജ്യത്ത്, വ്യദഥ എന്ന് പറഞ്ഞാൽ വളരെയധികം മഴ പെയ്യിക്കുക അഥവാ വവർഷത്തെ എങ്ങനെയാണോ ഇല്ലാതെയാക്കിയത് അങ്ങനെ വ്യദഥ അങ്ങനെ ആക്കി തീർത്തു. എങ്ങനെ? സുവർഷം എന്ന് പറഞ്ഞാൽ ധാരാളം മഴ പെയ്യുന്ന ഒരു സ്ഥലമാക്കി മാറ്റി തീർത്തു തൻ്റെ യോഗശക്തി കൊണ്ട്. അപ്പോൾ ദേവേന്ദ്രൻ ഏത് വിധത്തിലാണോ തൻ്റെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് തടയിടാൻ ശ്രമിച്ചത്, ഇവിടെ ഭഗവാനാകട്ടെ ആ ഋഷഭ രാജാവ് ആകട്ടെ തൻ്റെ യോഗശക്തി കൊണ്ട് തൻ്റെ ഈ ഒരു വർഷത്തിൽ, തൻ്റെ ഈ അജനാഭം എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തിൽ തൻ്റെ യോഗശക്തി കൊണ്ട് ധാരാളം മഴ പെയ്യിക്കുന്നതാക്കി തീർത്തു. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രളയത്തിൻ്റെ രീതിയിലെന്നുള്ള അർത്ഥത്തിലല്ല, എത്രമാത്രം തൻ്റെ രാജ്യത്തിന് മഴ വേണമായിരുന്നോ അത്രമാത്രം മഴ പെയ്യിച്ച് തൻ്റെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയെ നിലനിർത്തിക്കൊണ്ടുപോയി. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മൾ മത്സരിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ എതിരാളിയുടെ ശക്തിയും കൂടി അറിഞ്ഞു വേണം മത്സരിക്കാനെന്ന്. ഇവിടെ ദേവേന്ദ്രന് പറ്റിയത് ആ ഋഷഭ മഹാരാജാവിൻ്റെ മാഹാത്മ്യം വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെയാണ് ഋഷഭ മഹാരാജാവിൻ്റെ ആ അജനാഭ വർഷത്തിലെ അഭിവൃദ്ധി കണ്ടുകൊണ്ട് അസൂയ പൂണ്ട് ഇവിടെ മത്സരിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ തകർക്കാനായിട്ട് തൻ്റെ അമർഷത്തെ പ്രകടിപ്പിക്കാനായിട്ട് ദേവേന്ദ്രൻ ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ ഭഗവാനെ, അവിടുന്നാകട്ടെ ആ ഋഷഭ മഹാരാജാവാകട്ടെ തൻ്റെ യോഗശക്തി കൊണ്ട് വേണ്ടത്ര മഴ പെയ്യിച്ചുകൊണ്ട് തൻ്റെ രാജ്യത്തിൻ്റെ, തൻ്റെ അജനാഭവർഷമെന്ന തൻ്റെ സ്ഥലത്തിൻ്റെ, തൻ്റെ രാജ്യത്തിൻ്റെ ആ ഒരു അഭിവൃദ്ധിയെ വേണ്ട വിധത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ടുപോയി. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഇന്ദ്രസ്ത്വദുത്കർഷ കൃതാദമർഷാദ്വവർഷനാസ്മിന്നജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേനദ്വ്യദഥാ സുവർഷം. ഈ ഒരു ശ്ലോകത്തിൽ കുറച്ചധികം കാര്യങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ദ്രസ്ത്വദുത്കർഷ കൃതാദമർഷാദ്വവർഷ, അതത്രയും ഒരൊറ്റ ഇതിൽ വരുന്നതാണ്. പക്ഷേ തുടക്കക്കാർക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്ദ്രസ്ത്വദുത്കർഷ കൃതാദമർഷാത് എന്ന് അവിടെ എടുത്തുകൊണ്ട് വവർഷ എന്ന് താഴെ വായിക്കാവുന്നതാണ്. ഇനി ഇന്ദ്രസ്ത്വദുത്കർഷ, ഇന്ദ്രസ്ത്വദ ഉത്കർഷ, അവിടെ അതുകൊണ്ട് ത്വദുത്കർഷ, ദായ്ക്ക് ഉകാരം ശ്രദ്ധിച്ചെടുക്കുക. കൃതാദമർഷാത്, കൃതാദ അമർഷാതാണ്, അതുകൊണ്ട് കൃതാദമർഷാത് അതും ശ്രദ്ധിക്കുക. ദായ്ക്ക് അകാരം കൊടുത്തു വായിക്കുക. പിന്നെ നാസ്മിൻ അജനാഭവർഷേ, നാസ്മിൻ അജനാഭവർഷയാണ്, അതുകൊണ്ട്
നാസ്മിന്നജനാഭവർഷേ. ഒന്ന് നായ്ക്ക് അകാരം കൊടുക്കണം, പിന്നെ നാ കൂട്ടക്ഷരമാണ്, അതും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് യഥാ തഥാ ത്വം നിജയോഗശക്തിയ സ്വവർഷമേനദ്വ്യദഥാ സുവർഷം. അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സ്വവർഷമേനദ്വ്യദഥാ, അവിടെ ചില ഗ്രന്ഥങ്ങളിൽ സ്വവർഷമേനദ്വ്യദഥാ അവിടെ വിസർഗം കൊടുത്തുകൊണ്ട് നിർത്തിയിട്ട് സുവർഷം എന്ന് വേറെയാക്കി എഴുതിയിട്ടുണ്ടാവാം. അങ്ങനെയാണ് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഉള്ളതെങ്കിൽ അങ്ങനെ വായിക്കാം. അതല്ല എങ്കിൽ എൻ്റെയൊക്കെ ബുക്കുകളിൽ അതങ്ങനെ ചേർത്ത് എഴുതിയിരിക്കുക. അപ്പോൾ സുവർഷം എന്നതിൻ്റെ സ കൂട്ടക്ഷരം വരും. അതപ്പോൾ ചേർത്ത് വായിക്കുമ്പം സായ്ക്ക് കട്ടി കൊടുത്ത് തന്നെ വായിക്കുക. ഇനി അതല്ല ചേർത്തല്ല എഴുതിയിരിക്കുന്നതെങ്കിൽ വ്യദഥാ അവിടെ വരുന്നിടത്ത് വിസർഗമുണ്ടാകും, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇനി അടുത്തത് സ്വവർഷമേനദ്വ്യദഥാ, അവിടെ സ്വവർഷം ഏനതാണ്. അപ്പോൾ സ്വവർഷമേനത് അവിടെ ഏകാരം ശ്രദ്ധിക്കുക. പിന്നെ വ്യദഥ അവിടെയും വ്യദഥ സ്വവർഷമേനദ് വ്യാണ്. അപ്പോൾ അത് വായിക്കുമ്പോൾ സ്വവർഷമേനദ്വ്യദഥ അവിടെയും വ്യ എന്നുള്ളത് ശ്രദ്ധിച്ചെടുക്കുക. ഇനി ചേർത്താണ് അത് എഴുതിയിരിക്കുന്നതെങ്കിൽ സ്വവർഷമേനദ്വ്യദഥാ സുവർഷം, അവിടെ സ കൂട്ടക്ഷരമാണ്, അതും ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 6ാമത്തെ ശ്ലോകം. ജിതേന്ദ്രദത്താം കമനീം ജയന്തീമഥോദ്വഹന്നാത്മരതാശയോപി അജീജനസ്തത്ര ശതം തനൂജാനേഷാം ക്ഷിതീശോ ഭരതോഗ്രജന്മാ. ഇനിയും ഇങ്ങനെ ഋഷഭരാജാവിൽ നിന്നും ഇങ്ങനെ ഒരു നീക്കമുണ്ടായപ്പോൾ അടുത്തതിനി എന്താണ് ഇന്ദ്രൻ ചെയ്തത്? അവിടെ തൻ്റെ കഴിവില്ലായ്മ അല്ലെങ്കിൽ കഴിവിൻ്റെ പരിമിതി ഇന്ദ്രൻ നന്നായി മനസ്സിലാക്കി, അല്ലേ? ഇവിടെ ഋഷഭരാജാവിൻ്റെ ആ ഒരു നീക്കം തൻ്റെ യോഗശക്തി കൊണ്ട് അവിടെ വേണ്ടത്ര മഴ പെയ്യിച്ച് രാജ്യത്തിൻ്റെ അഭിവൃദ്ധി നിലനിർത്തിയപ്പോൾ ദേവേന്ദ്രൻ തൻ്റെ കഴിവിൻ്റെ ആ ഒരു പരിമിതി മനസ്സിലാക്കുകയായിരുന്നു. ഇനി എന്താണ് ദേവേന്ദ്രൻ ചെയ്തത് എന്നാണ് പറയുന്നത്. ജിതേന്ദ്രദത്താം, ജിത ഇന്ദ്രദത്താം, ജിതേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ജിതൻ എന്ന് പറഞ്ഞാൽ ജയിച്ചത്. ഇവിടെ ജയിച്ചത് ഋഷഭ മഹാരാജാവാണ്. അങ്ങനെയുള്ള ആ ഋഷഭ മഹാരാജാവിന് ഇന്ദ്രദത്താം, ഇന്ദ്രൻ നൽകിയ, ദത്ത എന്ന് പറഞ്ഞാൽ നൽകുക, ഇന്ദ്രദത്താം ദേവേന്ദ്രനാൽ നൽകിയ കമനീം ജയന്തീം അഥോദ്വഹന്നാത്മരതാശയോപി. കമനീം എന്ന് പറഞ്ഞാൽ സുന്ദരിയായിട്ടുള്ള, ജയന്തീം അഥോദ്വഹന്നാത്മരതാശയോപി, ജയന്തീം അഥ ഉദ്വഹൻ ആത്മരതാശയഃ അപി. ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ അവിടെ ചേരുന്നുണ്ട്. നമുക്ക് ഓരോരോ ചെറിയ വാക്കുകളായിട്ട് അർത്ഥം പറയുമ്പോൾ അത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. നോക്കാം. ജയന്തീം എന്ന് പറഞ്ഞാൽ ജയന്തി എന്ന തൻ്റെ പുത്രിയെ, ദേവേന്ദ്രൻ്റെ പുത്രിയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ജയന്തിയെ, അഥ എന്ന് പറഞ്ഞാൽ അനന്തരം, ഉദ്വഹൻ ആത്മരതാശയോപി, ഉദ്വഹൻ എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്യുക. അവിടെ ജയന്തിയെ ഈ ഋഷഭ മഹാരാജാവിന് വിവാഹം ചെയ്തു കൊടുത്തു. അതേസമയം ഈ ഋഷഭ മഹാരാജാവ് എങ്ങനെയാണ്? ആത്മരതാശയഃ അപി. ഈ ഋഷഭ മഹാരാജാവ് ആത്മരതാശയഃ തൻ്റെ തന്നെ ഉള്ളിൽ ലീനമായ മനസ്സോടുകൂടി ഇരിക്കുന്ന, ആത്മരതാശ തന്നിൽ തന്നെ രതിയുമായി ഇരിക്കുന്ന, തന്നിൽ തന്നെ ലയിച്ചിരിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഭഗവാന് മനുഷ്യരൂപം പൂണ്ട് പ്രകൃതിയിൽ ജനിച്ചാൽ, ഭൂമിയിൽ ജനിച്ചാലും ഭഗവാൻ ഒരിക്കലും തൻ്റെ ഈ ബാഹ്യമായ ഇന്ദ്രിയങ്ങളിലൂടെ ഭൗതിക പ്രപഞ്ചത്തെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നവനല്ല ഭഗവാൻ.
നമ്മൾ സാധാരണക്കാരായ മനുഷ്യരെയൊക്കെ അനുനിമിഷം നമ്മുടെയൊക്കെ ഇന്ദ്രിയങ്ങൾ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? ഈ ബാഹ്യമായ പ്രപഞ്ചത്തിലെ ഓരോന്നിനെയും കാണുകയും കേൾക്കുകയും രുചിപ്പിക്കുകയും മണപ്പിക്കുകയും സ്പർശിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ അതിലേക്ക് നമ്മളറിയാതെ ഒരു 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 ഇഷ്ടം, ഒരു താല്പര്യം നമ്മളിൽ വളർത്തി അതിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അനുനിമിഷം നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ഭഗവാനാകട്ടെ ഈ ഇന്ദ്രിയങ്ങളൊക്കെ ഭൗതികമായിട്ടുണ്ടെങ്കിൽ പോലും, തൻ്റെ രൂപത്തിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും, ഈ ഇന്ദ്രിയങ്ങളിലൂടെ ഭഗവാൻ ബാഹ്യപ്രപഞ്ചത്തിലെ വിഷയങ്ങളുമായി ബന്ധം സ്ഥാപിച്ചിട്ടില്ല. ഭഗവാൻ എപ്പോഴും ആത്മാരാമനാണ്, തന്നിൽ തന്നെ, തൻ്റെ ഉള്ളിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ആ ഋഷഭ രാജാവും ഇവിടെ പറഞ്ഞ ആത്മരഥാശയോപി, ഭഗവാൻ എപ്പോഴും തന്നിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. എന്നിരുന്നാലും ഈ ദേവേന്ദ്രനാൽ നൽകപ്പെട്ട ജയന്തി എന്ന സുന്ദരിയായ ദേവേന്ദ്രൻ്റെ പുത്രിയെ വിവാഹം ചെയ്തു. അത് ഒരു ബാഹ്യമായ ഒരു പ്രക്രിയ എന്നതിനപ്പുറം ഭഗവാൻ തൻ്റെ ഉള്ളിൽ ആ രമിച്ചുകൊണ്ടിരുന്ന ആ ഭാവത്തിന് ഒരിക്കലും മാറ്റം വന്നിരുന്നില്ല എന്നർത്ഥം. നമുക്ക് ഈ ബാഹ്യപ്രപഞ്ചത്തിന് ദേഹസംബന്ധമായ വിഷയങ്ങളിലേക്ക് നമ്മൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ നമ്മളെ വല്ലാതെ ഈ ഭൗതിക വിഷയങ്ങളിലേക്ക് ഒട്ടിച്ചു നിർത്തുന്നതുകൊണ്ടാണ്, അതിനോട് ചേർത്ത് നിർത്തുന്നത് കൊണ്ടാണ്. നമ്മളെ അനുനിമിഷം അതുകൊണ്ട് തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. എന്താ? നമ്മുടെ ഉള്ളിലേക്ക് തിരിയാൻ നമ്മളെ അനുവദിക്കാതെ ബാഹ്യപ്രപഞ്ചത്തിലേക്ക്, ബാഹ്യലോകത്തിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ടുപോകും. ദേഹസംബന്ധമായ വിഷയങ്ങളിൽ സദാ മനസ്സ് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതിന് കാരണം നമ്മുടെയൊക്കെ ഈ ഇന്ദ്രിയങ്ങളാണ്. ഭഗവാനാകട്ടെ, ഭഗവാൻ അവതാരമെടുത്ത് ഭൂമിയിൽ വന്നാലും, നമ്മളെപ്പോലെ മനുഷ്യരൂപം പൂണ്ടിരുന്നാലും, ഭഗവാൻ ഇന്ദ്രിയങ്ങളിലൂടെ ഭൗതിക വിഷയങ്ങളുമായി അല്ലെങ്കിൽ ദേഹസംബന്ധമായ വിഷയങ്ങളുമായി ഭഗവാൻ യാതൊരു ഒട്ടലുമില്ല. ഭഗവാൻ എപ്പോഴും ആത്മാരാമനാണ്. അങ്ങനെയുള്ള ഭഗവാനായിരുന്നിട്ട് പോലും ദേവേന്ദ്രനാൽ നൽകപ്പെട്ട ആ സുന്ദരിയായ ജയന്തി എന്ന യുവതിയെ, ആ കന്യകയെ വിവാഹം ചെയ്തു. എന്നിട്ടോ അജീജനസ്തത്ര ശതം തനൂജാൻ, അജീജനഃ തത്ര, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് അജീജനസ്തത്ര. അജീജന എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു, തത്ര എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു ജയന്തി എന്ന് പറയുന്ന യുവതി. കാരണം നമുക്ക് വിവാഹം എന്ന് പറയുന്നത് അടുത്ത ഒരു തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടി, അഥവാ പ്രജാസൃഷ്ടിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നമുക്കിവിടെ ഋഷഭ മഹാരാജാവിൻ്റെ തന്നെ കഥയിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ആദ്യം ഈ നാഭിരാജാവ് മേരുദേവിയിൽ തനിക്കൊരു പുത്രനെയൊക്കെ ആയി ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞപ്പോൾ ആ പുത്രനെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് വനവാസത്തിന് പോകുന്നുണ്ട്. അഥവാ ഇതിനു വേണ്ടി മാത്രം, അടുത്തൊരു പ്രജയെ സൃഷ്ടിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ്. അല്ലാതെ അതിൽ തന്നെ രമിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ മൃഗതുല്യമായി കഴിയുവാനുള്ളതല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഭഗവാൻ ആ ജയന്തി എന്ന യുവതിയിൽ 100 പുത്രന്മാരെ ഉണ്ടാക്കി. അജീജനസ്തത്ര, ആ ജയന്തിയിൽ സൃഷ്ടിച്ചു. എത്ര? ശതം തനൂജാൻ, 100 തനൂജാൻ പുത്രന്മാരെ. അപ്പോൾ 100 പുത്രന്മാരെ സൃഷ്ടിച്ചു. പക്ഷെ അപ്പോഴും ഭഗവാൻ ആത്മാരാമനായിരുന്നു. ഭഗവാൻ ഈ ദേഹസംബന്ധമായ വിഷയങ്ങളിൽ ഒട്ടും തന്നെയും രമിച്ചിരുന്നില്ല. അങ്ങനെ യേഷാം ക്ഷിതീശോ ഭരതോഗ്രജന്മ, യേഷാം എന്ന് പറഞ്ഞാൽ ആ അത്രയും പുത്രന്മാരിൽ ക്ഷിതീശഃ, ക്ഷിതീശ എന്ന് പറഞ്ഞാൽ രാജാവായി ക്ഷിതീശൻ, ഈ രാജ്യത്തിൻ്റെ ഈശൻ എന്ന് പറഞ്ഞാൽ രാജാവാക്കി ആരെ? ഭരതോഗ്രജന്മ, ഭരത അഗ്രജന്മ. ഭരത എന്ന് പറഞ്ഞാൽ ഭരതൻ എന്നു പേരുള്ള അഗ്രജന്മ എന്ന് പറഞ്ഞാൽ അഗ്രൻ എന്നാൽ മൂത്തത് അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തേത് എന്നർത്ഥം. അഗ്രജന്മ, 100 പുത്രന്മാരിൽ ആദ്യത്തെ പുത്രനായിരുന്ന ഭരതനെ ഈ ക്ഷിതീശനാക്കിക്കൊണ്ട്, ഈ അജനാഭവർഷത്തിൻ്റെ രാജാവാക്കിക്കൊണ്ട് ആ ഋഷഭ മഹാരാജാവ് തൻ്റെ പിതാവിൻ്റെ പാതയിൽ, അഥവാ എന്താണോ വിധിച്ചിട്ടുള്ളത്, മക്കളൊക്കെ ഒരു പ്രാപ്തിയായാൽ അവരെയൊക്കെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് അടുത്ത
ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സമയമായി എന്ന് തോന്നിയാൽ കടക്കണം. ഇവിടെ അതാണ് ഈ ഋഷഭ മഹാരാജാവ് കാണിച്ചു തരുന്നത്. തൻ്റെ 100 പുത്രന്മാരിൽ മൂത്തവനായിട്ടുള്ള ഭരതനെ രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ചു. അപ്പോൾ ഇവിടെ ഇത് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പകർന്നു തരുന്ന ഒരു ശ്ലോകവും കൂടിയാണ്. എങ്ങനെയാവണം നോക്കൂ, ഈ 100 പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ചപ്പോഴും ഭഗവാൻ അപ്പോഴും ആത്മാരാമനായിരുന്ന ആ ഒരു അവസ്ഥയെ ഒട്ടും തന്നെയും വ്യതിചലിച്ചിരുന്നില്ല. ആ ഒരു അവസ്ഥയിൽ നിന്നും ഇത് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പാഠമാണ്. അതേപോലെ തന്നെ പുത്രന്മാർ അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ഒരു പ്രാപ്തരായാൽ അവരെ ഏൽപ്പിച്ചിട്ട് അടുത്തത് ഈശ്വര ധ്യാനത്തിലേക്ക് നമ്മൾ വഴിമാറണം. ഒരു പ്രായമായി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതിന് മുൻപ് വേണ്ടേ എന്ന് ചോദിച്ചാൽ വേണം. പക്ഷെ അപ്പോഴൊക്കെ നമുക്ക്, അതായത് മനുഷ്യർക്ക് ഈ പുത്രന്മാരെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെയൊക്കെ വളർത്തി വലുതാക്കുക, അവരെ പ്രാപ്തരാക്കുക എന്നൊരു ചുമതല കൂടിയുണ്ട്. പ്രത്യേകിച്ചും അമ്മമാർക്ക് അവർക്ക് കുറച്ച് കൂടുതൽ ഈ ഒരു ഉത്തരവാദിത്വം അതിൽ നിന്ന് വിട്ടുമാറാൻ കഴിയില്ല. പക്ഷേ ഒരു പ്രായമായാൽ മക്കളൊക്കെ പ്രാപ്തരായാൽ അവരെ ഏൽപ്പിച്ചിട്ട് ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതിനെ അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാം. അത് കൂടുതൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി അടുത്തത് ഈ ശ്ലോകം നമുക്കൊന്നുകൂടി നോക്കാം. ജിതേന്ദ്രദത്താം കമനീം ജയന്തീമഥോദ്വഹന്നാത്മരതാശയോപി അജീജനസ്തത്ര ശതം തനൂജാനേഷാം ക്ഷിതീശോ ഭരതോഗ്രജന്മ. ഈ ശ്ലോകത്തിൽ ഈ പറഞ്ഞതുപോലെ കുറച്ചധികം വലിയ വലിയ പദങ്ങൾ വരുന്നുണ്ട്. നോക്കാം. ജിതേന്ദ്രദത്തം, അതൊക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്ന വാക്കുകൾ തന്നെയാണ്. ജയന്തീം അഥോദ്വഹന്നാത്മരതാശയോപി. അവിടെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ അത് പറ്റുന്നില്ലെങ്കിൽ തുടക്കക്കാർക്ക് ജയന്തീം എന്ന് എടുക്കുക. എന്നിട്ട് താഴെ അഥോദ്വഹന്നാത്മരതാശയോപി അകാരം കൊടുക്കുക. അഥ ഉദ്വഹനാണ്, അതുകൊണ്ട് അഥോദ്വഹൻ ആത്മരതാശയ അപി. അവിടെ ആത്മരതാശയ, അവിടെ ശ്രദ്ധിക്കുക. അഥോദ്വഹന്നാത്മ, അവിടെ ന കൂട്ടക്ഷരമായിരിക്കും. അതുകൊണ്ട് തന്നെ അത് കട്ടിയിൽ വായിക്കുക. അതുപോലെ ആത്മരതാശയ, അവിടെ അകാരം നീട്ടിയെടുക്കുക. പിന്നെ ഒന്ന് ആത്മരതാശയോപി, അവിടെ വിശ്ലേഷണമുള്ളതുകൊണ്ട് ഒകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്തത് അജീജനസ്തത്ര, സ ജോയിൻ ചെയ്യാൻ വന്നതാണ്. ബാക്കി പിന്നെ അടുത്തത് ഭരതോഗ്രജന്മ, അതും ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത മൂന്നാമത്തെ വരിയിൽ അജീജനസ്തത്ര ശതം തനൂജാനേഷാം, അവിടെ അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. ഇല്ലെങ്കിൽ തനൂജാൻ എന്ന് കൊടുത്തുകൊണ്ട് ഏഷാം എന്ന് താഴെ എടുക്കുക. കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.